ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സംരംഭമാണ് നിങ്ങൾക്ക് പറ്റുന്നത്. അതായത് ഫുഡ് പ്രൊഡക്റ്റ് ആണ്. മില്ലറ്റ് നൂറാമി എന്നാണ് അവർ പേരിട്ട്. കമറുന്നിസത്താത്തി അവരെ മക്കളും കൂടി ചേർന്നിട്ടുള്ള ഒരു കുടുംബത്തിലുണ്ടായ ബിസിനസ്സാണ് ഞാൻ കാണുന്നത്. ഈ ഫുഡ് പ്രൊഡക്റ്റ് പറഞ്ഞിട്ടാണെങ്കിൽ മില്ലറ്റ് ബേബി ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് അവർ ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ഓരോന്നിനെ പറ്റി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ നോക്കി ഞാനത് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു ഉപയോഗം നടത്തിയതിൻ്റെ ശേഷമുള്ള റിസൾട്ട് കണ്ടിട്ടാണ് ഞാൻ ജസ്റ്റ് ഇവരെ പരിചയപ്പെടുത്തുക എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ നല്ല പ്രീമിയം ക്വാളിറ്റി പാക്കിങ്ങിലാട്ടോ ഇവരെ പ്രൊഡക്റ്റുകളൊക്കെ വരുന്നത്. ഇവരെ പ്രൊഡക്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് കുന്നങ്കായ പൊടി, നവര അരിപ്പൊടി, കുന്നങ്കായ ഈത്തപ്പഴം പൊടി, നവര അരി ഈത്തപ്പഴം പൊടി, റാഗി പൊടി, റാഗി കുന്നങ്കായ നവര മിക്സ്, സ്വീറ്റ് പൊട്ടറ്റോ പൊടി, നേന്ത്രക്കായ പൊടി, ക്യാരറ്റ് പൊടി, പനം കൽക്കണ്ടം, ബേബി ന്യൂട്രി മിക്സ്, ഡ്രൈഡ് കുന്നങ്കായ ചിപ്സ്, മുളപ്പിച്ച ചെറുപയർ പൊടി, മുളപ്പിച്ച റാഗിപ്പൊടി, പിന്നെ മില്ലറ്റ് പ്രൊഡക്റ്റുകളായിട്ടുള്ള മില്ലറ്റ് ആട്ട, മൾട്ടി മില്ലറ്റ് ആട്ട, മില്ലറ്റ് ദോശ പൗഡർ, മില്ലറ്റ് ഫ്ലേക്സ്, ലിറ്റിൽ മില്ലറ്റ് ഈസി റൈസ്, ഫോക്സ് സ്റ്റൈൽ മില്ലറ്റ് ഈസി റൈസ്, കോഡോ മില്ലറ്റ് ഈസി റൈസ്, ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ഈസി റൈസ്, ബേൺയാർഡ് മില്ലറ്റ് ഈസി റൈസ്, മില്ലറ്റ് പുട്ടുപൊടി, മില്ലറ്റ് ഹെൽത്ത് മിക്സ്, പിന്നെ അതേപോലെ തന്നെ നമ്മളെ നാടൻ ഉൽപ്പന്നങ്ങളായിട്ടുള്ള നാടൻ പശുവിൻ നെയ്യ്, കൂവപ്പൊടി, പനംപൊടി, പൂളപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചിപ്പൊടി, വെളുത്തുള്ളിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ എല്ലാത്തരം ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ് കേട്ടോ. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ സ്വന്തമായിട്ട് കഴുകി ഉണക്കി തയ്യാറാക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഉള്ളത്. ഇതിൽ യാതൊരുവിധ രാസവസ്തുക്കളോ ആർട്ടിഫിഷ്യൽ കളറുകളോ ഒന്നും തന്നെ ഇവർ ഉപയോഗിക്കുന്നില്ല. ഇവരെ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. നല്ല പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ ഇവരെ വിളിച്ചോളൂ കേട്ടോ. ഇവരെ ലൊക്കേഷൻ വരുന്നത് തിരൂര് കുറ്റിപ്പാല ഗാർഡൻ വാലി സ്കൂളിന്റെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.